അന്ന് ഡയറക്ട് സെല്ലിങ്ങിന് ഉണ്ടായിരുന്നു, അല്ലെ അന്നത്തെ ലീഡേഴ്സിനുണ്ടായിരുന്നു. അന്നത്തെ 40,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 4 ലക്ഷം രൂപ ശമ്പളം 21 വർഷം മുമ്പ്. നിങ്ങൾ മനസ്സിലാക്കണം, 22 വർഷം മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ 22 വർഷം മുമ്പ് ഒരു കമ്പനി കാറും 2100 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടും അതുപോലെ 40,000 രൂപ ശമ്പളവും ബാക്കിയുള്ള ഫെസിലിറ്റീസും എല്ലാം തന്നിരിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയ വ്യക്തിയെ, എന്നെ പോലെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്, 100 കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് ഓഫീസർ സജി ചെറിയാൻ, ഇപ്പോഴും ഞാൻ ആലോചിക്കുക, ഇൻകം ടാക്സിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിട്ടുള്ള വിളി. എന്റെ അപ്ലൈൻ ആരായിരുന്നു? IIT ഡൽഹിയിലെ പ്രൊഫസർ ഡോക്ടർ ജെയിൻ. അതിന്റെ തൊട്ട് താഴെയുള്ള ഇന്ത്യൻ നേവിയിലെ പൈലറ്റ് ചേതൻ ശർമ്മ. അതിന്റെ താഴെയുള്ള സജീവ് നായർ, കൊച്ചിൻ റിഫൈനറീസിലെ ടോപ്പ് ആയിട്ടുള്ള ഒരു എംപ്ലോയി. അതിന്റെ മുകളിലുള്ള ഡോക്ടർ എസ്തോഗി, പുള്ളിക്ക് 2 ഡോക്ടറേറ്റും IIT ഖരഗ്പൂരിൽ പഠിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പെട്രോളിയം ആൻഡ് കൺസർവേഷൻ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ ഗവൺമെന്റ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ അഡ്വൈസറി പാനൽ മെമ്പർ ആയിട്ടുള്ള വ്യക്തിയൊക്കെയാണ് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഇപ്പൊ നിൽക്കുന്നതിനകത്ത് നമ്മൾ കുറെ കൂടെ പ്രസന്റേഷൻ ഉണ്ടാക്കിയാൽ നടക്കിയല്ല. നമ്മളെ ആ മൊത്തത്തിൽ അപ്രോച്ച് ഉണ്ടാവണം. അതിനാണ് റീഗ എന്നുള്ള സ്ഥാനം വന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറയാം, പല ആൾക്കാർ ഇപ്പോഴും അത് മനസ്സിൽ കയറിയിട്ടില്ല, പറയുന്നുണ്ട്, നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത് ഏറ്റെടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാധിച്ചാൽ വേറെ ലെവലിൽ എത്താൻ പറ്റും. അല്ലാതെ നമുക്ക് ഒരിക്കലും നമുക്ക് എത്താൻ. ഒരു സെക്കൻഡ്